ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ മിൽക്ക് ഷേക്ക് ആണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പപ്പായ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവയുടെ ഒരു കലവറ തന്നെയാണ്. ഇന്നിത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നന്നായി പഴുത്ത 1/2 kg പപ്പായയാണിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തു വെച്ചത്. 3 ടേബിൾ സ്പൂൺ ഷുഗർ, 2 സ്കൂപ്പ് ഐസ്ക്രീം. ഏത് ഐസ്ക്രീം വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കുന്നതിനായിട്ട് യൂസ് ചെയ്യാം. 6 ഐസ് ക്യൂബ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബദാമും കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. 1/2 ഗ്ലാസ് ചിൽഡ് മിൽക്ക്. ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പപ്പായ പീസസ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1/2 ഗ്ലാസ് മിൽക്കിൽ നിന്ന് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ പാൽ മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പപ്പായ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന പാൽ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള ഐസ് ക്യൂബ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏലക്ക പൊടിച്ചെടുത്തത് ഗ്ലാസ്സിന് മുകളിലേക്ക് വിതറി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കാഷ്നട്ടും ബദാമും വെച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയായ ഈ പപ്പായ ഷേക്ക് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടിത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതേസമയം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.